ഒരിടത്തൊരിടത്ത് ഒരു കോലോത്തമ്മ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് വീടും വീട്ടുകാരെയും നന്നാക്കാമെന്ന ഉദ്ദേശത്തോടെ ഒരിക്കൽ ഇവർ ബിഗ് ബോസ് വീട്ടിൽ കയറിക്കൂടി. വന്ന അന്ന് തന്നെ ബിഗ് ബോസ് വീട് അടിച്ചു തുടച്ച് താൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വീട്ടുകാരോട് പറയാതെ പറഞ്ഞു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പൂമുഖപ്പടിയിലിരുന്ന് ബാക്കിയുള്ളവരോട് ഓർഡർ ഇടുകയായിരുന്നു മെയിൻ പരിപാടി. എടാപോടാ വിളികളും അലമ്പ് സംസാരവും കോലോത്തമ്മ പാടെ വിലക്കിയിരുന്നു. കോലോത്തമ്മയുടെ പാചകത്തെക്കുറിച്ച് പിന്നെ പറയുകയേ വേണ്ട. കോലോത്തമ്മയുടെ സാമ്പാർ ഒരു വട്ടം കഴിച്ചവർക്ക് അതിൻ്റെ രുചി നാവിന്ന് പോയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. പതിയെ പതിയെ കോലോത്തമ്മ ഓരോ നിയമങ്ങൾ ഇവരുടെ നേരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇതിനെതിരെ അസ്വസ്ഥരായ അവിടെയുള്ളവർ കോലോത്തമ്മയ്ക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ഇതോടെ കോലോത്തമ്മയുടെ ഉള്ളിലുള്ള കച്ചറ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നവർ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നിങ്ങനെ അവിടെയുള്ളവരെ തരംതിരിക്കുകയും വീട്ടിലുള്ള ഒരാൾക്കെതിരെ ഇവർ ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും കൂടി ചെയ്തതോടെ സഹികെട്ട വീട്ടുകാർ തങ്ങളുടെ ഹയർ അതോറിറ്റിയെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നവരെക്കാളും കച്ചറയാണ് താനെന്ന് അവർ ഓരോ ദിവസവും പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ബിഗ് ബോസ് വീടും വീട്ടുകാരെയും നന്നാക്കാൻ വന്ന ഇവർ കാരണം, ഇവരുടെ വായിൽ നിന്ന് വന്ന വർത്തമാനം കാരണം തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് വീട്ടുകാർക്കും ഹയർ അതോറിറ്റിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുമെന്ന വിശ്വാസത്തിലാണ് വീട്ടുകാരും ജനങ്ങളും എല്ലാവരും ഇരിക്കുന്നത്.